ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഒബദ്യാവ്, യോന എന്നീ പുസ്തകങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 43 വാക്യം. ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. യെരുശലേമിന് 2 നാഴിക വടക്ക് ബഥാന്യ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയായിരുന്നു മാർത്ത, മറിയ എന്ന സഹോദരിമാരും അവരുടെ ഏക സഹോദരൻ ലാസറും പാർത്തിരുന്നത്. പഴയ നിയമത്തിലെ എല്യേസർ എന്ന പേര് ലോപിച്ചാണ് ലാസർ എന്ന പേര് ഉണ്ടായത്. ഈ പേരിൻ്റെ അർത്ഥം ദൈവം സഹായിച്ചു എന്നതാണ്. രോഗിയായ ഒരു വ്യക്തിയായിട്ടാണ് തിരുവചനത്തിൽ നമുക്ക് ലാസറിനെ കാണുവാനായിട്ട് കഴിയുന്നത്. രോഗികളുടെ നല്ല വൈദ്യനാണ് യേശു. യേശു തനിച്ചും ശിഷ്യന്മാരോടൊപ്പവും ആ ഭവനത്തിലെ അതിഥികളായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ലാസറിന് സൗഖ്യം ലഭിച്ചില്ല? കാരണം ദൈവപ്രവൃത്തി മറ്റുള്ളവർ കാണുകെ അവനിൽ വെളിപ്പെടണം. ഈ പ്രഭാതത്തിൽ ലാസറിൻ്റെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, രോഗത്തിൻ്റെ മധ്യത്തിലും യേശുവിന് സ്ഥാനം കൊടുക്കുന്ന ലാസർ ദീനമായി കിടന്നിരുന്നു എന്ന് കാണുന്നുണ്ട്. എന്നാൽ രോഗവുമായി ബന്ധപ്പെട്ട മറ്റു വിവരണങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. 2 സഹോദരിമാർക്കും വാത്സല്യവാനാണ് അനുജനായ ലാസർ. അവൻ രോഗബാധിതനുമായിരുന്നു. കഠിനമായ മരണകാരണമായ രോഗമായിരുന്നു. മാതാപിതാക്കളില്ലാത്ത 2 സഹോദരിമാരുടെ സംരക്ഷകനാകേണ്ട വ്യക്തിയായിരുന്നു ലാസർ. ആ ഭവനത്തിൻ്റെ അവസ്ഥ വളരെ ഖേദകരമാണ്. ഇവിടെ ലാസർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് എൻ്റെ യേശു. എൻ്റെ അവസ്ഥകൾ, എൻ്റെ രോഗം, അവ എത്ര വലിയതാണെങ്കിലും അതിനു മുകളിലാണ് എനിക്ക് യേശു. ഒരു പക്ഷേ രോഗിയായി കിടക്കയിലായിരുന്ന ലാസറിൻ്റെ സമീപത്ത് ഇരുന്നാകാം സഹോദരിയായ മറിയ ദൈവവചനം ശ്രവിച്ചത്. യേശു കർത്താവിൻ്റെ വാക്കുകൾ ലാസറിലും ചൈതന്യം ഉളവാക്കിയിരിക്കണം. നമ്മുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അതിഥികളായി രോഗവും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ലാസറിനെ പോലെ യേശുവിന് പ്രാധാന്യം കൊടുക്കുവാൻ നാം മറന്നു പോകരുത്. രണ്ടാമതായിട്ട്, അത്ഭുത സാക്ഷ്യമായി തീരുന്ന ലാസർ. മരിച്ചു കഴിഞ്ഞ് 4-ാം ദിവസമായ ശരീരം എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 44 വാക്യത്തിൽ ഇവിടെ പറയുന്നത്, മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ അവൻ കെട്ടപ്പെട്ടവനായിട്ട് മടങ്ങി വരുന്നു. 45 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്ന്. ഇവിടെ മറ്റുള്ളവർ കാണുകെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ദൃക്സാക്ഷികളായവർ ഏവരും യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു അനുഭവം ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെ അത്ഭുത സാക്ഷ്യമാകുവാൻ ലാസറിന് സാധിച്ചു. മാത്രമല്ല, അവർ നടത്തിയ വിരുന്നിലും പന്തി ഭോജനത്തിലും പങ്കെടുക്കുവാൻ ലാസറിന് സാധിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളിൽ ക്രിസ്തുവിനെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് അനുകൂലമായി ഇടപെടുന്ന തമ്പുരാൻ്റെ സാന്നിധ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്രതീക്ഷിത ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും ദൈവത്തെ പലപ്പോഴും തള്ളി പറയുന്നവരാണ്. എന്നാൽ ഇവിടെ ലാസർ നമുക്കൊരു മാതൃകയാണ്. മരണകാരണമായ രോഗം മരിച്ച് 4-ാം ദിവസം കഴിഞ്ഞ് പ്രതീക്ഷ പകരുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾക്കും അവൻ നല്ലൊരു പരിഹാരമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തുടർന്നും നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളുടെ മധ്യത്തിലും അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ സാക്ഷ്യമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.